ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ച മുതൽ മെയ് 10-ാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരു ആഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ വാരം സൂര്യൻ അതിൻ്റെ ഉച്ചരാശിയായ മേടത്തിൽ ഭരണി ഞാറ്റുവേലയിലും, ചന്ദ്രൻ ശുക്ലപക്ഷ സപ്തമി മുതൽ ത്രയോദശി വരെ, പൂയം മുതൽ ചിത്തിര വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവൻ രാശിയിൽ മകയിരം നക്ഷത്രത്തിലും, ചൊവ്വ കർക്കിടകൻ രാശിയിൽ പൂയം നക്ഷത്രത്തിലും, കേതു കന്നിയിൽ ഉത്രം നക്ഷത്രത്തിലും, ശനിയും ശുക്രനും മീനത്തിൽ ഉത്രട്ടാതിയിലും, രാഹു മീനത്തിൽ പൂരൂരുട്ടാതിയിലും, ബുധൻ മീനം മേടം രാശികളിലായി രേവതി അശ്വതി നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ വാരഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജോലിസ്ഥലത്ത് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ്. എന്നാൽ വാക്കുകളിൽ പാരുഷ്യം നിറഞ്ഞേക്കാം. ഇടയ്ക്കിടെ ആലസ്യം അനുഭവപ്പെടുവാനുള്ള സാധ്യതയും ഉണ്ട്. 12-ൽ ശനിയും രാഹുവും സഞ്ചരിക്കുന്നതിനാൽ കാര്യങ്ങൾ പിന്നീടത്തേക്ക് മാറ്റിവെക്കാനുള്ള പ്രവണത കൂടുതലായിരിക്കും. ചിലവും അധികരിച്ചേക്കും. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമുള്ള പ്രതികരണം അത്ര അനുകൂലമായിരിക്കില്ല. ആഴ്ച ആദ്യ ദിവസങ്ങളിൽ പൊതുവെ അസംതൃപ്തി അനുഭവപ്പെടുന്നതാണ്. ആഴ്ച പകുതിയാകുന്നതോടെ കാര്യങ്ങൾ അനുകൂലമാകും. മാനസിക സൗഖ്യവും കർമ്മരംഗത്ത് ഉയർച്ചയും സംതൃപ്തിയും പ്രതീക്ഷിക്കാം. മേലധികാരികളുടെ പ്രീതിക്ക് പാത്രമാകും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 12-ാം ഭാവത്തിൽ രാഹുവും ശനിയും സഞ്ചരിക്കുന്നത് ദുർവ്യയത്തിന് കാരണമായേക്കും. ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സമയനിഷ്ഠ പാലിക്കാൻ കഴിഞ്ഞേക്കില്ല. സന്താനങ്ങളുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുവാൻ ശ്രദ്ധിക്കും. 4-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് മനക്ലേശത്തിന് കാരണമാകും. ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറിയേക്കും. പരസഹായം വേണ്ടെന്നു കരുതിയാലും പലരുടെയും സഹായം ആവശ്യമായി വരും. ആരോഗ്യ പരിപാലനത്തിൽ അലംഭാവം പാടില്ല. വാഹനയാത്രയിൽ കൂടുതൽ കരുതൽ വേണം. 2-ാം ഭാവത്തിൽ വ്യാഴം ഉള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങൾക്ക് മങ്ങലുണ്ടാകില്ല. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ആദിത്യൻ ഉച്ചരാശിയിൽ തുടരുന്നതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുണം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇടവക്കൂറുകാർക്ക് രാശിയുടെ അധിപനായ ശുക്രൻ ഉച്ചരാശിയിൽ ആയതിനാൽ ജീവിതം കൂടുതൽ സുഗമമാകും. തടസ്സങ്ങളെ അതിജീവിക്കുവാൻ കഴിയും. തൊഴിൽ മേഖലയിൽ ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കുന്നതാണ്. മേലധികാരികളുടെ പ്രീതി ഉണ്ടാകും. ഭൗതികമായി സംതൃപ്തി അനുഭവപ്പെടും. ജീവിത നിലവാരം മെച്ചപ്പെടുന്നതാണ്. സഹായിക്കാനും പിന്തുണയ്ക്കാനും പലരും ഉണ്ടാകും. ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. മേടക്കൂറുകാർക്ക് 4-ൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ മനക്ലേശം അനുഭവപ്പെട്ടേക്കാം. കുടുംബകാര്യങ്ങളിൽ തൃപ്തി കുറയും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ചന്ദ്രൻ കുജനുമായി ചേർന്ന് ശശിമംഗല യോഗം വരുന്നതിനാൽ ഞായർ തിങ്കൾ ദിവസങ്ങൾ കൂടുതൽ അനുകൂലമായിരിക്കും. നിർബന്ധശീലം ചിലപ്പോൾ ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും. ദുസ്സാഹസങ്ങൾക്ക് മുതിർന്നേക്കും. ഇല്ലാത്ത കഴിവുകൾ ഉണ്ടെന്ന് ഭാവിക്കാൻ സാധ്യതയുണ്ട്. വെള്ളി ശനി ദിവസങ്ങളിൽ ചന്ദ്രന് കേതുവുമായി യോഗം വരുന്നതിനാൽ മനക്ലേശം അനുഭവപ്പെടും. ഏറ്റെടുത്ത കരാറുകൾ തടസ്സപ്പെടാം. അകാരണമായ ഭയം മനസ്സിനെ അലോരസപ്പെടുത്തിയേക്കാം. മറ്റ് ദിവസങ്ങളിൽ
കാര്യവിജയം സാധ്യമാണ്. ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കാനാകും. കലാരംഗത്ത് ഉന്മേഷം പ്രകടമാകും. ധനപരമായി ഏറെ അനുകൂലമാണ്. ചിട്ടി, ലോട്ടറി, ഊഹക്കച്ചവടം എന്നിവയിൽ നേട്ടമുണ്ടാകും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മനക്ഷത്രത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ സ്വസ്ഥത കുറഞ്ഞേക്കാം. അലച്ചിലിനും സാധ്യതയുണ്ട്. പല കാര്യങ്ങളിലും ആശയക്കുഴപ്പം അനുഭവപ്പെടും. ധനപരമായി മെച്ചമുണ്ടാകുന്ന കാലമാണ്. സംരംഭങ്ങളിൽ ഉണർവ് പ്രതീക്ഷിക്കാം. ന്യായമായ ആവശ്യങ്ങൾ നടന്നു കിട്ടും. എന്നാൽ നവസംരംഭങ്ങൾക്ക് കാലം അനുകൂലമല്ല. നക്ഷത്രാധിപനായ ചൊവ്വ നീചരാശിയിൽ ആയതിനാൽ ആത്മവിശ്വാസം കുറയാം. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത അവസ്ഥയായിരിക്കും. ഗാർഹികമായി സൗഖ്യം കുറഞ്ഞേക്കാം. മൗനം ഭജിക്കുകയാകും കൂടുതൽ ഉചിതം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കും. സ്വയം തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ പരസഹായത്തിന് താൽപ്പര്യം ഉണ്ടാകില്ല. ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദമില്ലാതെ ജോലി ചെയ്യുവാൻ കഴിയുന്നതാണ്. ബിസിനസ് യാത്രകൾ കൂടുതലായിരിക്കും. കച്ചവടത്തിൽ സാമ്പത്തികമായി ഉന്നമനം കൈവരും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന കാര്യത്തിൽ ഉചിതമായ തീരുമാനം ആകും. വാടക വീട്ടിലേക്ക് താൽക്കാലികമായി മാറാൻ കഴിഞ്ഞേക്കും. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ കൂടുതൽ സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കും. പിതൃബന്ധുക്കളെ സന്ദർശിക്കുന്നതാണ്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ രംഗത്ത് മെച്ചപ്പെട്ട സാഹചര്യം ആയിരിക്കും. പോരായ്മകൾ തിരിച്ചറിഞ്ഞ് സ്വയം പരിഹരിക്കും. സഹപ്രവർത്തകരുടെ പിന്തുണ ഉറപ്പാക്കാനാവും. ബിസിനസ്സിൽ വളർച്ച വരുന്ന കാലമാണ്. സർക്കാർ അനുമതികൾ വേഗത്തിൽ ലഭിക്കും. ആരോഗ്യപരമായി കൂടുതൽ കരുതൽ വേണം. വൈദ്യപരിശോധനയിൽ ഉദാസീനത പാടില്ല. ശനി, രാഹു, ചൊവ്വ ഇവയുടെ സഞ്ചാരം അനുകൂല ഭാവത്തിൽ അല്ല എന്ന കാര്യം ഓർമ്മ വേണം. കാര്യനിർവഹണത്തിൽ പുനരാലോചനയും സൂക്ഷ്മതയും വേണം. കുടുംബാംഗങ്ങളുടെ ഏകോപനം എളുപ്പമായേക്കില്ല. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചൊവ്വ ജന്മരാശിയിലും ജന്മനക്ഷത്രത്തിലും സഞ്ചരിക്കുകയാൽ സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരും. എന്നാൽ ശശിമംഗലയോഗം ഭവിക്കുകയാൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഭവിക്കുന്നതാണ്. പാരിതോഷികങ്ങൾ ലഭിക്കാം. ഇഷ്ടജനങ്ങളെ കണ്ടുമുട്ടും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുന്നതാണ്. തൊഴിലിടത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. മുൻ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിച്ചേക്കും. സഹപ്രവർത്തകരുടെ വാക്കുകൾ സ്വീകാര്യമാകുന്നതാണ്. പ്രകോപനങ്ങൾക്ക് വശംവദരാകാതിരിക്കുക. ശോഭശീലം സ്വയം നിയന്ത്രിക്കുന്നത് ഉചിതമാകും. ധനപരമായി സംതൃപ്തി ഉണ്ടാകും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ അനുകൂലവും പ്രതികൂലവും ആയിരിക്കും. പെട്ടെന്ന് ശോഭിക്കാനുള്ള പ്രവണത മുന്നിട്ട് നിൽക്കും. ഉറ്റവരോട് പോലും നിലമറന്ന് സംസാരിക്കാൻ ഇടയുണ്ട്. ജന്മരാശിയിലെ ചൊവ്വ വൈകാരികമായ ദുർബലതയ്ക്ക് കാരണമാകും. ആത്മനിയന്ത്രണം അനിവാര്യമാണ്. വ്യാഴം, ആദിത്യൻ എന്നീ ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിൽ ആയതിനാൽ സമൂഹത്തിൽ ആദരവ് ഉയരുന്നതാണ്. തൊഴിൽ മേഖലയിൽ അംഗീകാരവും ആദരവും ലഭിക്കും. ധനവരവ് മോശമാകില്ല. സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. മുൻപ് കഠിനമായി തോന്നിയ പല കാര്യങ്ങൾ ഇപ്പോൾ ലഘുപ്രയത്നത്തിൽ തന്നെ സാധ്യമാകും. ചീട്ടിയിലോ ലോട്ടറിയിലോ നേട്ടമുണ്ടാകും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാശിനാഥനായ ആദിത്യൻ ഉച്ചരാശിയിൽ തുടരുന്നതിനാൽ അനുകൂലമായ ചില അവസരങ്ങൾ ഉണ്ടായേക്കാം. സമൂഹത്തിൻ്റെ ആദരവും അംഗീകാരവും ലഭിക്കും. പിതാവിൽ നിന്നും ധനസഹായമോ പിതൃസ്വത്തോ ലഭിക്കുന്നതാണ്. മനസ്സ് ഉന്മേഷഭരിതമാകും. ന്യായമായ ആഗ്രഹങ്ങൾ സഫലമാകുന്നതാണ്. ലഘുപ്രയത്നങ്ങളിലൂടെ വലിയ നേട്ടങ്ങൾ പലതും നേടുവാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടവിഷയങ്ങളിൽ ഉപരിപഠനത്തിന് അവസരം ലഭിച്ചേക്കും. ബന്ധുക്കളുടെ ഇടയിലെ പിണക്കം പറഞ്ഞു തീർക്കുവാൻ കഴിയും. സംരംഭങ്ങൾ ലാഭകരമാകും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്
നക്ഷത്രനാഥനായ ശുക്രൻ്റെ ഉച്ചരാശിയിലെ സ്ഥിതി കാര്യനിർവഹണത്തിലെ തടസ്സങ്ങൾ നീക്കും. സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും. സ്ത്രീകളുടെ സഹായവും പ്രതീക്ഷിക്കാവുന്നതാണ്. സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും. ആദിത്യൻ ഉച്ചരാശിയിൽ തുടരുന്നതിനാൽ ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരും. ചിട്ടി, ലോട്ടറി, മറ്റു നറുക്കെടുപ്പുകൾ എന്നിവയിൽ നിന്നും ആദായം ഉണ്ടാകും. രോഗഗ്രസ്തർക്ക് ചികിത്സ ഫലപ്രദമാകും. ഏജൻസി കമ്മീഷൻ ഇടപാടുകളിൽ വരുമാനം വർദ്ധിക്കും. വ്യവഹാരം കോടതിക്ക് പുറത്തുവച്ച് ഒത്തുതീർക്കുവാൻ കഴിഞ്ഞേക്കും. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സത്യാവസ്ഥ ബോധിപ്പിച്ചാലും ഒപ്പമുള്ള ചിലർക്ക് യാഥാർത്ഥ്യം മനസ്സിലാകണമെന്നില്ല. വീടിനടുത്തേക്ക് സ്ഥലമാറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് ഉത്തരവിനായി കാത്തിരിക്കേണ്ടി വരും. പിതൃപുത്രബന്ധം ഊഷ്മളമാകും. കുടുംബക്ഷേത്ര നവീകരണത്തിന് സാധ്യമായതൊക്കെ ചെയ്യും. സാഹിത്യം, കല ഇവയിൽ താൽപ്പര്യം വർദ്ധിക്കും. ചില മനക്ലേശത്തിന് സാധ്യതയുണ്ട്. അധിക ചെലവ് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. ജീവിത പങ്കാളിയുടെ സംരംഭം ലാഭകരമാകും. സർക്കാരിൽ നിന്നുമുള്ള അനുമതികൾ യഥാസമയം ലഭിക്കുന്നതാണ്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വതസിദ്ധമായ പ്രവർത്തനശൈലി അംഗീകരിക്കപ്പെടും. ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുന്നതാണ്. മേലധികാരികളുടെ അഭിനന്ദനം നേടുവാൻ കഴിയും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. വ്യവസായികൾക്ക് കമ്പനികളുമായുള്ള വ്യാപാര കരാറുകൾ പുതുക്കുവാൻ കഴിയുന്നതാണ്. പഴയ വീട് പുതുക്കുവാനോ മോടിപ്പിടിപ്പിക്കുവാനോ ശ്രമം നടത്തും. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം നീണ്ടുപോകും. ആദർശവും പ്രായോഗികതയും പൊരുത്തപ്പെടാൻ വിഷമിക്കുന്നതാണ്. ആഴ്ച അവസാന ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതായി തോന്നും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രയത്നങ്ങൾക്ക് ഫലം കാണുന്നതാണ്. കൂടുതൽ സമയം ഓഫീസിൽ ചെലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. നക്ഷത്രാധിപനായ ചൊവ്വ നീചരാശിയിൽ തുടരുന്നതിനാൽ ആത്മവിശ്വാസത്തെ ബാധിച്ചേക്കാം. ചില കാര്യങ്ങളിൽ മറവിയും ഉണ്ടാകും. പുതിയ വാഹനം വാങ്ങുവാനുള്ള ശ്രമം നീളുന്നതാണ്. സഹോദരന്മാരുമായി അഭിപ്രായ ഭിന്നത രൂപപ്പെടാൻ ഇടയുണ്ട്. മധ്യസ്ഥ ശ്രമങ്ങൾ ഫലിക്കണമെന്നില്ല. ഭൂമി സംബന്ധമായ ചെലവുകൾ ഉണ്ടായേക്കാം. ഭൂമി ക്രയവിക്രയത്തിൽ ലാഭം കുറയും. ദൈവിക കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും. വിദേശത്തുള്ളവരുടെ തൊഴിൽ തടസ്സങ്ങൾ അകലുന്നതാണ്. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമാന്യം അനുകൂലമായ വാരമാണ്. പല നിലയ്ക്കും പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരം ലഭിക്കും. അലച്ചിൽ ഉണ്ടായാലും കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ്. ശത്രുക്കളുമായി ഇണക്കത്തിലാകും. പൂർവീയ സ്വത്ത് തടസ്സങ്ങൾ നീങ്ങി അനുഭവത്തിലാകും. പ്രണയബന്ധത്തിൽ മനക്ലേശത്തിന് സാധ്യതയുണ്ട്. മേലധികാരികളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് അവരുടെ വിരോധം സമ്പാദിക്കും. ജീവകാരുണ്യ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തുന്നതാണ്. ചിട്ടിയിലോ ലോട്ടറിയിലോ ഊഹക്കച്ചവടത്തിലോ നേട്ടമുണ്ടാകും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സംഘടനാ രംഗത്തെ ഏകോപന പാടവം അഭിനന്ദിക്കപ്പെടും. തൊഴിൽ മേഖലയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ഫലവത്തായേക്കും. വായ്പകൾ സമയബന്ധിതമായി തിരിച്ചടയ്ക്കുവാൻ കഴിയുന്നതാണ്. ബന്ധുസമാഗമം സന്തോഷകരമാകും. വിദ്യാർത്ഥികളുടെ ഉപരിപഠന കാര്യത്തിലെ അവ്യക്തത തുടരും. വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കിണഞ്ഞ് പരിശ്രമിക്കേണ്ടി വരും. വിദേശത്തുള്ളവർക്ക് തൊഴിൽപരമായി ആശ്വാസം ഉണ്ടാകും. വിനോദയാത്രയ്ക്ക് അവസരം ഉണ്ടാകുന്നതാണ്. കുടുംബജീവിതത്തിൽ സമാധാനം നിലനിർത്താൻ കഴിയും. ആഴ്ച അവസാന ദിവസങ്ങൾക്ക് മേന്മ കുറഞ്ഞേക്കാം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തനത്തിൽ നിശ്ചയദാർഢ്യം നിറയുന്നതാണ്. ഏറ്റെടുത്ത ദൗത്യങ്ങൾ ഭംഗിയായി നിർവഹിക്കും. കാര്യനിർവഹണം ശ്ലാഘിക്കപ്പെടും. സാങ്കേതിക പരിജ്ഞാനം സഹപ്രവർത്തകർക്ക് പകർന്നു കൊടുക്കും. സാമ്പത്തിക കാര്യത്തിൽ മെച്ചമുണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് കലാപരമായ പരിശീലനം ലഭിക്കുന്നതിന് അവസരം വന്നെത്തും. മാർക്കറ്റിംഗ് മേഖലയിലും കരാർ പണികളിലും
മാർക്കറ്റിംഗ് മേഖലയിലും കരാർ പണികളിലും ശോഭിക്കാൻ കഴിയും. ഏജൻസി കമ്മീഷൻ മേഖല ലാഭകരമാകും. രാശിനാഥനായ ചൊവ്വ നീചരാശിയിൽ ആയതിനാൽ അനാവശ്യമായി ശോഭിച്ചേക്കും. വീട് പണിയിൽ തടസ്സം വരാൻ ഇടയുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾക്ക് മങ്ങലുണ്ടാകില്ല. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 10ാം ഭാവാധിപനായ ആദിത്യൻ ഉച്ചരാശിയിൽ 6ാം ഭാവത്തിൽ തുടരുന്നതിനാൽ തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകും. അടുക്കും ചിട്ടയും പുലർത്തുന്നതാണ്. ഉന്നതാധികാരികളുടെ പ്രീതി നേടുവാനാകും. നക്ഷത്രനാഥനായ ബുധൻ സ്വനക്ഷത്രമായ രേവതിയിലേക്ക് വരുന്നത് ഭൗതിക നേട്ടങ്ങൾക്ക് കാരണമാകുന്നതാണ്. ജന്മനാട്ടിലെ ഉത്സവങ്ങളിൽ സജീവമാകും. പൊതുജന മധ്യത്തിൽ സ്വീകാര്യത വരും. മറ്റുള്ളവർ മടിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്ത് നടത്തുന്നതാണ്. 5ാം ഭാവത്തിൽ ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രനും നേട്ടങ്ങൾ സമ്മാനിക്കും. സന്താനങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സുഖം സമ്മിശ്രമായിരിക്കും. പ്രതീക്ഷിച്ച പല കാര്യങ്ങളും വൈകിയേ സാധ്യമാകൂ. ധനാഗമം മോശമാകില്ല. ആഡംബരത്തിന് ചെലവ് കൂടുന്നതാണ്. ഗ്രഹമോ വാഹനമോ മോടി പിടിപ്പിക്കും. ബന്ധുക്കളുമായി വാക്കുതർക്കമോ അകൽച്ചയോ ഉണ്ടായേക്കാം. ഭൂമി വാങ്ങുവാനുള്ള തീരുമാനം കുടുംബത്തിൽ ചർച്ച ചെയ്യുന്നതാണ്. അന്യദിക്കുകളിൽ കഴിയുന്നവർക്ക് ജന്മനാട്ടിൽ വരാൻ അവസരം ലഭിക്കും. ധാർമ്മിക കാര്യങ്ങൾ നടത്താൻ അവസരം ലഭിക്കുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ ശുഭവാർത്തയുണ്ടാകും. വാരം അവസാന ദിവസങ്ങൾക്ക് ഗുണം കുറയാൻ ഇടയുണ്ട്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭൗതികമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ്. പൊതുപ്രവർത്തന രംഗം ഉന്മേഷഭരിതമാകും. ഉറക്കക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ശരിയായ വിശ്രമം ലഭിച്ചേക്കില്ല. ശാരീരിക സുഖം കുറയുന്നതാണ്. നക്ഷത്രനാഥനായ ശുക്രനും ഭാഗ്യാധിപനായ ആദിത്യനും ഉച്ചരാശിയിൽ തുടരുന്നത് ഗുണാനുഭവങ്ങൾക്ക് കാരണമാകും. വസ്ത്രങ്ങളോ ആഭരണങ്ങളോ പാരിതോഷികമായി ലഭിക്കുന്നതാണ്. വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും. മംഗളകർമ്മങ്ങളിൽ ബഹുമാന്യത ലഭിക്കുന്നതാണ്. ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടായേക്കാം. പൊതുവെ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏതു പ്രതിസന്ധിയിലും ആത്മശക്തി ചോരില്ല. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയും. മുഖം നോക്കാതെ അഭിപ്രായം പറയുന്നതാണ്. വിപണന തന്ത്രം ഫലം കണ്ടു തുടങ്ങും. വീട് മോടി പിടിപ്പിക്കും. മാതാവിൻ്റെ ആരോഗ്യത്തിൽ തൃപ്തിയുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടവിഷയങ്ങളിൽ ഉപരിപഠനം നടത്തുന്ന കാര്യത്തിൽ തീരുമാനമാകും. വിനോദ പരിപാടികളിൽ സംബന്ധിക്കാൻ ഇടയുണ്ട്. ഹൃദയരോഗമുള്ളവർക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കും. പൊതുവെ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. തൃപ്തിയും അതൃപ്തിയും ഇടകലരും. ബന്ധുക്കളുടെ വാഗ്ദാന ലംഘനങ്ങൾ വിഷമിപ്പിച്ചേക്കാം. സുഹൃത്തുക്കളുടെ ചില നിലപാടുകളോട് കടുത്ത ഭാഷയിൽ പ്രതികരിക്കേണ്ടി വരുന്നതാണ്. ആരോഗ്യപരമായി സൗഖ്യം കുറയാൻ ഇടയുണ്ട്. സ്ത്രീകളുടെ സാന്ത്വനവും പിന്തുണയും ലഭിക്കുന്നതാണ്. വ്യാപാര മേഖലയിൽ മുതൽ മുടക്കിന് അനുസരിച്ചുള്ള ആദായം ലഭിച്ചേക്കില്ല. സന്താനങ്ങളുടെ ശീലങ്ങളോട് പൊരുത്തപ്പെടുക ദുഷ്കരമാകും. ആഴ്ച അവസാന ദിവസങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മാർത്ഥത പ്രതീക്ഷിച്ചവരിൽ നിന്നും മോശം അനുഭവം ആയിരിക്കും തിരിച്ചു ലഭിക്കുക. സഹപ്രവർത്തകരുമായി ചേർന്ന് പോകുവാൻ വിഷമിക്കും. ഔദ്യോഗികമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കേണ്ടതാണ്. പ്രധാന തീരുമാനങ്ങളിൽ കുടുംബത്തിലെ പ്രായമായവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് അഭികാമ്യമായിരിക്കും. മകരക്കൂറുകാർക്ക് പ്രണയത്തിൽ നിരാശ വരാം. കുംഭക്കൂറുകാർക്ക് എതിർപ്പുകളെ പ്രതിരോധിക്കുവാനാകും. ഉന്നതാധികാരികളുടെ പ്രശംസ ലഭിക്കും. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദർശം വാക്കുകളിൽ നിറയും എങ്കിലും
പ്രായോഗികമായി ചിന്തിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കും. രോഗക്ലേശത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സൗഖ്യം ലഭിക്കുന്നതാണ്. സഹോദരാനുകൂല്യം പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. ഇഷ്ടഭക്ഷണയോഗം, ശരിയായ വിശ്രമവും ലഭിക്കും. ഭോഗസുഖം അനുഭവയോഗ്യമാകും. വാക്കുകളിൽ പാരുഷ്യം നിറയാൻ ഇടയുണ്ട്. ബിസിനസ് രംഗത്തുള്ളവർക്ക് തന്ത്രങ്ങൾ ഫലവത്താകും. നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നതാണ്. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് ഉചിതമായിരിക്കും. സർക്കാർ സംബന്ധമായ രേഖകൾ യഥാസമയം ലഭിക്കും. കലാരംഗത്തുള്ളവർക്ക് അവസരം അത്ര അനുകൂലമല്ല. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ക്ഷമാശീലം പരീക്ഷിക്കപ്പെടുന്നതായി തോന്നും. ജന്മനക്ഷത്രത്തിൽ രാഹു തുടരുന്നു എങ്കിലും ശനി ഉത്രട്ടാതിയിലേക്ക് മാറിയത് അല്പം ആശ്വാസകരമാണ്. എന്നാൽ വാക്കുകളിൽ കരുതൽ വേണം. നേര് പറഞ്ഞാലും നുണയെന്ന തോന്നൽ കേൾക്കുന്നവർക്ക് ഉണ്ടാകും. ജോലിയിൽ ഉദാസീനത പ്രകടമാകും. ചുമതലകൾ ചെയ്യാൻ പകരക്കാരെ ആശ്രയിക്കുന്ന സ്ഥിതി ഉണ്ടായേക്കാം. തന്മൂലം കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കാനും സാധ്യതയുണ്ട്. ശുക്രൻ്റെ സാന്നിധ്യം ഭോഗസുഖങ്ങൾ ലഭിക്കാൻ കാരണമായേക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന കാര്യത്തിൽ വ്യക്തത വന്നേക്കില്ല. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി ജന്മരാശിയിലും ജന്മനക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു. ശനി ഗുണമായാലും ദോഷമായാലും ഉടനെ ഫലം തരുന്ന ഗ്രഹമല്ല. എങ്കിലും കാര്യതടസ്സം ഉള്ളതായി തോന്നിയേക്കും. ലക്ഷ്യത്തിലെത്തുവാൻ ആവർത്തിച്ചുള്ള പരിശ്രമങ്ങൾ ആവശ്യമായി വരും. അഹിതങ്ങളായ ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കേണ്ട സ്ഥിതി ഉണ്ടായേക്കും. എത്ര പരിശ്രമിച്ചാലും ദൂർത്ത് ഒഴിവാക്കാൻ കഴിഞ്ഞേക്കില്ല. ദൂരദിക്കുകളിൽ കഴിയുന്നവർക്ക് നാട്ടിലെത്താൻ കാലതാമസം നേരിടും. പ്രണയികൾക്ക് സന്തോഷാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഭൂമി ക്രയവിക്രയം ലാഭകരമായേക്കില്ല. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങളിൽ സുവ്യക്തമായ ചിന്തകളോ കൃത്യതയോ ആസൂത്രണമോ ഉണ്ടായേക്കില്ല. പലപ്പോഴും മൂല്യബോധമില്ലാതെ പ്രവർത്തിക്കേണ്ടതായി വന്നേക്കാം. ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കപ്പെടും. സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനത്തിന് വിധേയരാകാൻ ഇടയുണ്ട്. വ്യാപാരത്തിലെ മാന്യത്തിന് തെല്ല് ശമനം വന്നേക്കും. കൃത്യനിർവഹണത്തിൽ പരസഹായം തേടിയേക്കും. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത അനിവാര്യമാണ്. കലാകാരന്മാർക്ക് സാഹചര്യം അനുകൂലമാണ്. അവസരങ്ങൾ തേടി വരുന്നതാണ്. ദൂരയാത്രകൾക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തും. ദൈവിക സമർപ്പണങ്ങൾക്കും ഉപാസനകൾക്കും മുടക്കം വരാം. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.